ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ വീഡിയോ മീഷോന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് ധാവണി സെറ്റിൻ്റെ ഹോൾ വീഡിയോ ആണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു ധാവണി സെറ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. കാരണം ഞാൻ ഫുള്ള് അതിൻ്റെ ബ്ലൗസിൻ്റെ മീറ്റർ ആയിക്കോട്ടെ, ആ ഒരു സ്കേർട്ടിൻ്റെ കാര്യം ആയിക്കോട്ടെ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഷോളിൻ്റെ കാര്യം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ഈ ഒരു ധാവണി സെറ്റാണ്. പർപ്പിൾ കളറിൽ വരുന്നതാണ്. അതിൽ ഗ്രീൻ കളറിലെയാണ് ആ ഒരു ഷോളും അതേപോലെ ആ ഒരു നമ്മൾ പട്ടുകൊണ്ടൊക്കെ താഴെ വരുന്ന പട്ടൊക്കെ വരുന്നത് ഗ്രീൻ കളറാണ്. ഒരു ബോട്ടിൽ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി എന്താ പറയുക കളർ കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ ഒരു സാരി, ആ സാരി അല്ലല്ലോ എന്താ പറയുക, ആ ഒരു തുണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ബനാറസി സിൽക്കാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു തുണിയായിരുന്നു കേട്ടോ ഇത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രൈസ് എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചത് 450 രൂപക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പാവാടയുടെ ആ ഒരു തുണിയാണ് ഈ കാണുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം. ഞാൻ ഇത് കുറേ ഇങ്ങനെ നമ്മൾ മീഷോന്ന് ധാവണി സെറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കളർ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ കാണിച്ചേക്കുന്ന പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ ആ പിക്ചർ കാണാൻ പറയില്ല, നല്ല ഭംഗിയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എക്സാക്റ്റ് സെയിം ആ പിക്ചറിൽ കാണിക്കുന്ന അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് എനിക്ക് കയ്യിൽ കിട്ടിയേക്കാനായിട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാധാരണ നമ്മൾ മീഷോന്ന് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ പടത്തിൽ കാണുന്ന ഒന്ന് കയ്യിൽ കിട്ടുന്ന വേറെ ഒന്ന്, ചില സമയത്ത് മാത്രം നല്ലത് കിട്ടിയാലേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രൈസിന് ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പട്ടൊക്കെ കണ്ടില്ലേ. ഞാൻ വേറെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയായിരുന്നു മീഷോന്ന് ആരെങ്കിലും ഇതേപോലെ ധാവണി സെറ്റ് വാങ്ങിച്ചത് എന്താണെന്നറിയാം. അപ്പോൾ ആരും അങ്ങനെ എന്താ പറയുക, ആ ഒരു തുണിയുടെ ക്വാളിറ്റി എടുത്ത് കാണിക്കുന്ന രീതിയിൽ ആരുടെ വീഡിയോസും ഞാൻ കണ്ടില്ല. ജസ്റ്റ് അൺബോക്സിങ് പോലെ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു പട്ടിൻ്റെ അടിവശത്ത്, അതായത് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തയ്പ്പിച്ചെല്ലാം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് വലിഞ്ഞും കീറിയൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പട്ടിൻ്റെയൊക്കെ ക്വാളിറ്റി കാണിച്ചു തരാം. രണ്ട് സൈഡും കേട്ടോ. അതായത് നമ്മൾ പുറമേ ഉള്ള സൈഡാണ് ഈ കാണുന്നത്. ഇനി ഉള്ളിലുള്ള സൈഡും ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മീറ്റർ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3.5 മീറ്ററാണ് ഈ ഒരു പാവാടയുടെ മീറ്റർ വരുന്നത് കേട്ടോ. വലിയ ഫ്ലെയർ ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല. കാരണം 450 രൂപക്ക് ഞാൻ വാങ്ങിച്ചത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണ സമയത്ത് ജസ്റ്റ് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എടുക്കണമല്ലോ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് 469 രൂപയായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ ഡിമാൻഡ് ആയതുകൊണ്ട് ഇനി പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഓണത്തിന് ഉടുക്കാനും പറ്റും. മീഷോന്നായതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഈസി റിട്ടേൺസ് ഒക്കെ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കണത് ഇതിൻ്റെ ബ്ലൗസ് മീറ്ററാണ് കേട്ടോ. ബ്ലൗസ് 1 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കയ്യിൽ വരുന്ന പട്ടൊക്കെയാണ് സെയിം എക്സ്ട്രാക്ട് നമ്മൾ ആ പാവാടയിൽ കണ്ട അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ 1 മീറ്റർ വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് പീസ്. പിന്നെ നമുക്കതിൻ്റെ ഷോള് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതല്ല കേട്ടോ, വേറൊരു കളറായിരുന്നു, മഞ്ഞ കളർ. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് അത് ഷോൾ അത്ര പോരാ എന്നൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ ഈ കിട്ടിയേക്കണ കളർ വ്യത്യാസമുണ്ട്, ചിലപ്പോൾ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാവും, എനിക്കറിയില്ല. ഈ ഒരു ഇതിൽ ഷോൾ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷോൾ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന്. കഴിഞ്ഞ വർഷം നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതേപോലെ ധാവണി വാങ്ങിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു മെറൂണും ഇതേ സെയിം ഗ്രീൻ എക്സാക്റ്റ് അതുപോലെ തന്നെ എന്താ പറയുക സെയിം ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഷോള് തന്നെയാണ് എനിക്ക് കൈ കിട്ടിയേക്കണത്. അതിനെനിക്ക് തോന്നുന്നു 2000 സംതിങ്ങിനാണ് ഞാൻ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ട് വാങ്ങിച്ചെങ്കിൽ ഇതിപ്പോൾ 450 രൂപയ്ക്ക് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാത്ത ക്ലോത്ത് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഷോളിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഷോള് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് പ്ലീറ്റൊക്കെ എടുക്കാനും ഇടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതിൽ നല്ലൊരു സിൽക്കായിട്ടുള്ള ഒരു തുണിയായതുകൊണ്ട്, നമുക്ക് ബനാറസി സിൽക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാണ്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഒരു മഞ്ഞ കളറിലെ പാവാടയും പിന്നെ അതിനൊരു ഷോൾ ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു വീഡിയോയിൽ. അതിൽ നമ്മൾ ഷോൾ അത്ര പോരാ, അതുകൊണ്ട് ഞാൻ ഷോൾ മാറ്റി വേറെ ഷോൾ തയ്പ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഷോൾ എനിക്ക് കൈ കിട്ടിയപ്പോൾ നല്ല ഷോള്, അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല പട്ടക്കയായിട്ട് നമ്മൾ ഒതുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഷോൾ. ഈ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ഒപ്പമൊക്കെ വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോളാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞും കീറിയൊന്നും പോകാത്ത തരത്തിലുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. 450 എന്ന് വിചാരിക്കുമ്പോൾ നമ്മളായിരിക്കും അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാന്ന്, പക്ഷേ നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഷോൾ എനിക്ക് തോന്നുന്നത് 2.25 മീറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്.
ഇതാണ് ഞാൻ ജസ്റ്റ് ഷോൾ എടുത്ത് ഉടുത്തതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു വീഡിയോയുടെ ആ ഭാഗം ഒന്നും കട്ട് ചെയ്തിട്ടേ ഇല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ല. പിന്നെ പോലും കുത്തിയിട്ടില്ല, പക്ഷേ ഇരിക്കുന്നുണ്ടല്ലേ ഷോൾ അത്രയും നമ്മൾ ആ ഉടുത്ത അതേ പെർഫെക്ഷനിൽ ഞാൻ തേച്ചിട്ടില്ല, കയ്യിൽ കിട്ടി ആ സ്പോട്ടിൽ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് നമ്മൾ പ്ലീറ്റൊക്കെ എടുത്ത് തേച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. നല്ല ക്വാളിറ്റിയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ധാവണി സെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഷോളിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് ബ്ലൗസും അതിൻ്റെ പാവാടയും തയ്ച്ചാൽ മാത്രം മതി. പിന്നെ ലൈനിങ് ഇട്ട് തയ്ക്കുക, അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് പിഞ്ചിയൊന്നും പോവില്ല. പിന്നെ നിങ്ങൾക്ക് തയ്യൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഈസിയാണ്, കാരണം നമുക്ക് തയ്യക്കാശ് കൂടി കൊടുക്കണ്ടല്ലോ, ഈസി ആയിട്ട് തയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഷോളിൻ്റെ ഒരു ഇത് പറഞ്ഞത്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്, ഉടുത്തിട്ട് നല്ല കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ ഈ ഷോള്. അപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ 4 എണ്ണം വാങ്ങിച്ചായിരുന്നു. 4 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ തന്നെ അറിയാണ്ട് അത് എന്താ പറയുക റിട്ടേൺ ആയിപ്പോയി. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. കാരണം ഉണ്ടെങ്കിൽ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ഷോളിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചു. കാരണം നിങ്ങൾക്കിത് കയ്യിലോട്ട് കിട്ടുമ്പോൾ അയ്യോ ഇത് വാങ്ങിച്ചിട്ട് കൊള്ളില്ലാണ്ട് ഇവർ തിരിച്ച് കൊടുക്കണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും ഇതിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ വരുന്നത് കേട്ടോ. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ, അതിൻ്റെ റിപ്ലൈ ഒക്കെ തരുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കളർ ഡിഫറൻസിലുള്ള ഇതൊക്കെ ഉണ്ട് മീഷോയിൽ. പിന്നെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും, ചിലതൊക്കെ നല്ലതായിരിക്കും, ചിലതൊക്കെ കൊള്ളില്ലായിരിക്കും. ഇതിപ്പോൾ എനിക്ക് കിട്ടിയേക്കണൊക്കെ അടിപൊളിയായിരുന്നു എല്ലാം. ഞാൻ 3 എണ്ണം വാങ്ങിച്ചു, 3 എണ്ണം അടിപൊളിയായിട്ടുള്ള ധാവണി സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും എനിക്ക് ഒന്ന് പറയാനുള്ളതുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ പാവാടൊക്കെ ഇത്തിരി ഫ്ലെയർ ഉണ്ടാവും, പിന്നെ ലൈനിങ് ഒക്കെ ഇട്ട് ചിലപ്പോൾ തയ്ച്ചതായിരിക്കും, അല്ലെങ്കിൽ തയ്ക്കാത്തതാണെങ്കിൽ ഇത്തിരി ഫ്ലെയർ ഉണ്ടാവും. ഇത് ഇത്തിരി ഫ്ലെയർ കുറവായിട്ട് എനിക്ക് തോന്നി. 3 മീറ്ററോ 3.5 മീറ്ററോ അത്രേ ഉള്ളൂ കേട്ടോ ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു തുണി വരുന്നത്. അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അടിപൊളിയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.